ഇന്ന് നമ്മൾ ജീവിക്കുന്നത് എലോൺ മസ്കിൻ്റെയും അംബാനിയുടെയും ബിൽഗേറ്റ്സിൻ്റെയും സമ്പത്തിനെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു ലോകത്താണ്. എന്നാൽ ഇവരുടെയൊക്കെ സമ്പത്ത് ഒന്നിച്ചു ചേർത്താലും അതിനെ വെല്ലാൻ പോന്നത്ര സ്വത്ത് സ്വന്തമായിരുന്ന ഒരു മനുഷ്യൻ ഇന്ത്യയിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, ഇത് ലോകം കണ്ട എക്കാലത്തെയും വലിയ കോടീശ്വരൻ്റെ കഥയാണ്. 1937 ലോക പ്രശസ്തമായ ടൈം മാഗസിൻ അവരുടെ കവർ ചിത്രമായി നൽകിയത് ഈ ഇന്ത്യക്കാരനെ ആയിരുന്നു. തലക്കെട്ട് ഇതായിരുന്നു: ലോകത്തിലെ ഏറ്റവും സമ്പന്നനായ മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ പേര് മിർ ഉസ്മാൻ അലി ഖാൻ. ഹൈദരാബാദ് എന്ന മഹാരാജ്യത്തിൻ്റെ അവസാനത്തെ നിസാം. ഇറ്റലി എന്ന രാജ്യത്തിൻ്റെ അത്രയും വലിപ്പമുണ്ടായിരുന്ന ഹൈദരാബാദ് ഭരിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ സമ്പത്ത് എത്രയായിരുന്നു എന്ന് കണക്കാക്കാൻ ഇന്നും ചരിത്രകാരന്മാർക്ക് കഴിഞ്ഞിട്ടില്ല. ഏകദേശം 236 ബില്യൺ ഡോളർ, അതായത് ഇന്നത്തെ മൂല്യത്തിൽ ലക്ഷക്കണക്കിന് കോടി രൂപ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ആസ്തി. ഇന്ത്യയുടെയും ബ്രിട്ടൻ്റെയും സമ്പദ് വ്യവസ്ഥയേക്കാൾ വലിയൊരു സാമ്പത്തിക ശക്തിയായിരുന്നു അദ്ദേഹം. ഈ സമ്പത്ത് എവിടെ നിന്ന് വന്നു, അതെങ്ങനെ അദ്ദേഹം ഉപയോഗിച്ചു? ഈ കഥ ഒരു രാജാവിൻ്റെ മാത്രമല്ല, അത്ഭുതപ്പെടുത്തുന്ന വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ ഒരു മനുഷ്യൻ്റെ കൂടി കഥയാണ്. നിസാമിൻ്റെ സമ്പത്തിൻ്റെ പ്രധാന ഉറവിടം ലോകപ്രശസ്തമായ ഗോൽക്കൊണ്ട വജ്രഖനികളായിരുന്നു. ലോകത്തിലെ ഒരേ ഒരു വജ്രഖനിയായി ഗോൽക്കൊണ്ട നിലനിന്നിരുന്ന കാലമായിരുന്നു അത്. അദ്ദേഹത്തിൻ്റെ സമ്പത്തിനെക്കുറിച്ച് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ചില കാര്യങ്ങൾ കേട്ടാൽ നാം ശരിക്കും ഞെട്ടിപ്പോകും. നിസാമിൻ്റെ മേശപ്പുറത്ത് കടലാസുകൾ പറന്നു പോകാതിരിക്കാൻ വെച്ചിരുന്ന ഒരു പേപ്പർ വെയ്റ്റ് ഉണ്ടായിരുന്നു. അത് മറ്റൊന്നുമായിരുന്നില്ല, ലോകത്തിലെ ഏറ്റവും വലിയ 5ാമത്തെ വജ്രമായ ജേക്കബ് ഡയമണ്ട് ആയിരുന്നു അത്. ഏകദേശം 185 ക്യാരറ്റ് തൂക്കമുള്ള കോടികൾ വിലമതിക്കുന്ന ആ വജ്രം ഒരു സാധാരണ കല്ലുപോലെയാണ് അദ്ദേഹം ഉപയോഗിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലെ നിലവറകളിൽ എത്ര സ്വർണമുണ്ടായിരുന്നു എന്ന് അദ്ദേഹത്തിന് പോലും അറിയില്ലായിരുന്നു. ട്രക്കുകളിലാണ് സ്വർണ്ണക്കട്ടികൾ കൊട്ടാരത്തിൽ എത്തിച്ചിരുന്നത്. ലക്ഷക്കണക്കിന് മുത്തുകളും മാണിക്യങ്ങളും വൈഡൂര്യങ്ങളും ചാക്കുകളിലാക്കി അലക്ഷ്യമായി നിലവറകളിൽ സൂക്ഷിച്ചിരുന്നു. വിലപിടിപ്പുള്ള മുത്തുകൾ നിലത്ത് വീണാൽ അത് പെറുക്കിയെടുക്കാൻ അദ്ദേഹം മെനക്കെട്ടിരുന്നില്ല. ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ഒരിക്കൽ പറയുകയുണ്ടായി, നിസാമിൻ്റെ പക്കലുള്ള മുത്തുകൾ മാത്രം ഉപയോഗിച്ച് ലണ്ടനിലെ പിക്കാഡിലി സർക്കസ് മുഴുവൻ പാകാൻ കഴിയും. സ്വന്തമായി ഒരു കറൻസിയും പോസ്റ്റൽ സംവിധാനവും റെയിൽവേ ശൃംഖലയുമുള്ള ഇന്ത്യയിലെ ഏക രാജാവായിരുന്നു അദ്ദേഹം. സ്വർണ്ണത്തളികയിൽ ഭക്ഷണം കഴിക്കാനും രത്നങ്ങൾ പതിപ്പിച്ച വസ്ത്രങ്ങൾ ധരിക്കാനും കഴിയുമായിരുന്ന നിസാം പക്ഷേ ജീവിച്ചത് എങ്ങനെയാണെന്നറിയാമോ? ആ വൈരുദ്ധ്യമാണ് ഈ കഥയിലെ ഏറ്റവും വലിയ കൗതുകം. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ ഒരു പാവപ്പെട്ടവനെ പോലെയാണ് ജീവിച്ചത്. വർഷങ്ങളോളം അദ്ദേഹം ഒരേ വസ്ത്രം തന്നെ ഇസ്തിരി പോലും ചെയ്യാതെ ധരിച്ചു. കാലിലെ ഷൂസ് പ്ലാസ്റ്റിക് ചരടുകൾ കൊണ്ട് കെട്ടിവെച്ചാണ് ഉപയോഗിച്ചിരുന്നത്. തനിക്ക് ഉപയോഗിക്കാനായി ഏറ്റവും വില കുറഞ്ഞ സിഗരറ്റുകൾ അദ്ദേഹം വാങ്ങി. ചിലപ്പോഴൊക്കെ അതിഥികൾ വലിച്ചെറിഞ്ഞ സിഗരറ്റ് കുറ്റികൾ പോലും അദ്ദേഹം എടുത്തു വലിച്ചിരുന്നതായി ചരിത്രകാരന്മാർ പറയുന്നു. കൊട്ടാരത്തിൽ നിന്ന് പുറത്തു പോകുമ്പോൾ വെറും സാധാരണക്കാരനെ പോലെയാണ് അദ്ദേഹം യാത്ര ചെയ്തിരുന്നത്. തനിക്ക് തിന്നാനുള്ള നിലക്കടലയും മറ്റും തെരുവോരത്തെ കടകളിൽ നിന്നും വിലപേശിയാണ് അദ്ദേഹം വാങ്ങിയിരുന്നത്. തൻ്റേതായ ചെലവുകൾക്ക് പണം ഉപയോഗിക്കാൻ അദ്ദേഹത്തിന് വലിയ മടിയായിരുന്നു. എന്നാൽ തൻ്റെ പ്രജകൾക്ക് വേണ്ടിയോ നാടിൻ്റെ വികസനത്തിന് വേണ്ടിയോ പണം ചെലവാക്കാൻ അദ്ദേഹം ഒട്ടും മടി കാണിച്ചതുമില്ല. ലോകത്തിലെ ആദ്യത്തെ വൻകിട ഡാമുകളിലൊന്ന്, ഉസ്മാനിയ യൂണിവേഴ്സിറ്റി, ആശുപത്രികൾ, വിമാനത്താവളങ്ങൾ എന്നിവയെല്ലാം ഹൈദരാബാദിന് നൽകിയത് ഇതേ നിസാമായിരുന്നു. നിസാമിനെ ഒരു പിശുക്കനായി ലോകം മുദ്രകുത്തിയെങ്കിലും ഇന്ത്യ എന്ന രാജ്യത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകൾ വളരെ വലുതായിരുന്നു. 1965 ഇന്ത്യയും ചൈനയും തമ്മിലുള്ള യുദ്ധകാലത്ത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ വളരെ തകർച്ചയിലായിരുന്നു. അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രി രാജ്യത്തിൻ്റെ പ്രതിരോധ ഫണ്ടിലേക്ക് സഹായം അഭ്യർത്ഥിച്ചു. ശാസ്ത്രി ഹൈദരാബാദിൽ നിന്ന് നിസാമിനെ കണ്ടു. മറ്റൊന്നും ചിന്തിക്കാതെ ഒട്ടും മടികൂടാതെ നിസാം രാജ്യത്തിനായി നൽകിയത് 5000 കിലോ സ്വർണമായിരുന്നു. ഇത് ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വ്യക്തിഗത സംഭാവനയായി കണക്കാക്കപ്പെടുന്നു. ചില ചരിത്രകാരന്മാർ ഇത് ബോണ്ടുകളായാണ് നൽകിയതെന്നും പറയുന്നുണ്ട്. രാജ്യം ഒരു പ്രതിസന്ധി നേരിട്ടപ്പോൾ തൻ്റെ സമ്പത്ത് മുഴുവൻ രാജ്യത്തിന് നൽകാൻ ആ മുൻ ഭരണാധികാരി തയ്യാറായി. അതുമാത്രമല്ല, ബനാറസ് ഹിന്ദു സർവകലാശാലയ്ക്കും അലിഗഡ് മുസ്ലിം സർവകലാശാലയ്ക്കും മഹാഭാരതം പരിഭാഷപ്പെടുത്താൻ പൂനെയിലെ ഭണ്ഡാർക്കർ ഇൻസ്റ്റിറ്റ്യൂട്ടിനുമൊക്കെ അദ്ദേഹം വലിയ സാമ്പത്തിക സഹായങ്ങൾ നൽകിയിരുന്നു.
സ്വന്തം വസ്ത്രം വാങ്ങാൻ പിശുക്ക് കാണിച്ച ആ മനുഷ്യൻ അറിവിൻ്റെയും രാജ്യത്തിൻ്റെയും കാവൽക്കാരനായി മാറിയത് ഇങ്ങനെയാണ്. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ഹൈദരാബാദിനെ സ്വതന്ത്ര രാജ്യമായി നിലനിർത്താനാണ് നിസാം ആഗ്രഹിച്ചത്. എന്നാൽ 1948 ഓപ്പറേഷൻ പോളോ എന്ന സൈനിക നടപടിയിലൂടെ സർദാർ വല്ലഭായ് പട്ടേൽ ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ചു. അതോടെ നിസാമിൻ്റെ രാജഭരണം അവസാനിച്ചു. ഭരണമില്ലാതെ അധികാരമില്ലാതെ തൻ്റെ അവസാന കാലഘട്ടം അദ്ദേഹം ഹൈദരാബാദിലെ കിങ് കോഠി കൊട്ടാരത്തിൽ ചെലവഴിച്ചു. 1967 ആ മഹാസമ്പന്നൻ ലോകത്തോട് വിട പറയുമ്പോൾ ഹൈദരാബാദ് നഗരം മുഴുവൻ കരയുകയായിരുന്നു. 10 ലക്ഷത്തോളം ജനങ്ങളാണ് ആ വിലാപയാത്രയിൽ പങ്കെടുത്തത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ മരണശേഷം ആ വലിയ സമ്പത്തിന് എന്ത് സംഭവിച്ചു? അത് മറ്റൊരു വലിയ ദുരന്ത കഥയാണ്. അദ്ദേഹത്തിന് നിരവധി ഭാര്യമാരും 100 കണക്കിന് മക്കളും കൊച്ചുമക്കളും ഉണ്ടായിരുന്നു. അവർ തമ്മിൽ ആ സ്വത്തിനു വേണ്ടി വലിയ നിയമ പോരാട്ടങ്ങൾ നടന്നു. കാലക്രമേണ ആ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ പല വഴിയായി ചിതറിപ്പോയി. അദ്ദേഹത്തിൻ്റെ പേരമക്കളിൽ പലരും ഇന്ന് ദാരിദ്ര്യത്തിൽ കഴിയുന്നു എന്നതാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ തമാശ. ഒരു കാലത്ത് ലണ്ടനിലെ തെരുവുകൾ മുഴുവൻ മുത്തുകൾ കൊണ്ട് പാകാൻ കഴിഞ്ഞിരുന്ന ഒരു മനുഷ്യൻ്റെ പിന്മുറക്കാർ ഇന്ന് സാധാരണക്കാരായി ജീവിക്കുന്നു. കാലം എത്ര വലിയ സാമ്രാജ്യങ്ങളെയും സ്വത്തുക്കളെയും മണ്ണോട് ചേർക്കുമെന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മിർ ഉസ്മാൻ അലി ഖാൻ്റെ ജീവിതം. കോടാനുകോടികളുടെ രക്തങ്ങൾക്ക് നടുവിലിരുന്ന് തുന്നിച്ചേർത്ത വസ്ത്രം ധരിച്ച അവസാനത്തെ നിസാം. ചരിത്രം അദ്ദേഹത്തെ അത്ഭുതത്തോടെയല്ലാതെ ഒരിക്കലും ഓർക്കില്ല.